നിങ്ങളിവിടെ നിൽക്ക്. നമസ്കാരം. വരൂ, ഇരിക്കൂ. സാറിനോടൊരു കാര്യം പറയാൻ. എന്താ? സാറിനറിയാലോ, കഴിഞ്ഞ വർഷം സർക്കാരിൽ നിന്ന് ചാരായം കിട്ടാതെ എനിക്ക് ഒത്തിരി നഷ്ടം വന്നു. ഇത്തവണ അത് നികത്താനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ. ഇന്ന് കേട്ടു ഞാൻ വിളിച്ചെടുത്ത ഷാപ്പുകൾ എനിക്ക് ഉറപ്പിക്കരുതെന്നും പറഞ്ഞ് സാറ് റിപ്പോർട്ട് ചെയ്തെന്ന്. ശരിയാണ്. എന്നെ ബുദ്ധിമുട്ടിക്കരുത് സാർ. എൻ്റെ പ്രയാസങ്ങൾ പറയണ്ട. പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എന്ത് ചെയ്താലും എന്റെ പ്രിൻസിപ്പിൾ വിട്ട് ഇക്കാര്യത്തിൽ ഞാൻ പ്രവർത്തിക്കില്ല. എന്നങ്ങ് ഉറപ്പിച്ച് പറയാതെ. 5-8 കൊല്ലമായിട്ട് സാറിന് എന്നെ അറിയാമല്ലോ. ഇയാൾ കാണിച്ച നെറിയേടുകൾ മുഴുവൻ അറിയാം. കൈമൾ സാർ, തന്റെ രാഷ്ട്രീയ സ്വാധീനവും പണത്തിന്റെ തിളപ്പും കൊണ്ട് എന്ത് പോക്കൃത്തരവും കാണിക്കാമെന്ന് വിചാരിച്ചോ? അതിന് ഭയപ്പെടുന്നവനല്ല ഞാൻ. ഒരു ഡിപ്പാർട്ട്മെന്റിനെ മുഴുവൻ തന്റെ ചൊൽപ്പടിക്ക് നിർത്താമെന്നാണ് ഉദ്ദേശമെങ്കിൽ അതിന് എന്നെ കിട്ടില്ല. കിട്ടുവോ? തന്നെക്കാ വലിയവരെ. ഇറങ്ങി പോണം മിസ്റ്റർ. എടാ കൈമളെ, നിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് മാസത്തിൽ 1000 ചില്ലുവാനും രൂപ ശമ്പളം വാങ്ങുന്ന തനിക്ക് ഈ മാളിയ പണിയാൻ എവിടുന്നാടോ കാശ്? തന്റെ തറവാട്ട് സ്വത്തോ അത് തന്റെ അപ്പം സമ്പാദിച്ചോ? ശ്രീകണ്ഠൻ, നിന്റെ ഒരു പ്രിൻസിപ്പിൾ മൂത്ത പെണ്ണിന് ലക്ഷങ്ങൾ സ്ത്രീധനം കൊടുത്ത് കെട്ടിച്ചയക്കാനുള്ള പണം എവിടുന്നാടോ? എന്നെ പോലെയുള്ള പാവപ്പെട്ട അബ്കാരി കോൺട്രാക്ടർമാരെ ഞെക്കിപ്പിഴിഞ്ഞെടുത്ത കാശല്ലടോ. നിർത്തണോ? എനിക്ക് രാഷ്ട്രീയ സ്വാധീനം വേണ്ട. ഈ നിമിഷം നിന്നെ കുടുംബത്തോടെ വെട്ടിനുറുക്കാൻ ഇവര് മതി. ഇല്ലെങ്കിൽ നാളെ കാലത്ത് 10 മണിക്ക് താൻ എഴുതി കൊടുത്ത റിപ്പോർട്ട് പിൻവലിക്കണം. വാടാ.